രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള പോരിൽ ഇടപെടാനില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. സുഹൃത്തുക്കൾ തമ്മിലടിക്കുമ്പോൾ നോക്കി നിൽക്കാനാകില്ലെന്നും മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്നും ഇറാൻ. പ്രശ്നപരിഹാരത്തിന് സൗദി അറേബ്യയും ഇടപെടൽ നടത്തുന്നു. നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച ഇന്ത്യ അതിർത്തിയിലെ ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. യുദ്ധസമാനമായ സാഹചര്യം മുന്നിലുണ്ടെന്ന് സൂചന നൽകി കേന്ദ്ര സർക്കാർ. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കി. തനിക്ക് ഇന്ത്യയുമായും പാകിസ്ഥാനുമായും വളരെ അടുത്ത ബന്ധമാണെന്നും ഇന്ത്യ പാക് അതിർത്തിയിലെ സംഘർഷങ്ങൾ ഇരു രാജ്യങ്ങളും ചേർന്ന് പരിഹരിക്കട്ടെ എന്നാണ് തന്റെ നിലപാടെന്നും ട്രംപ് പറഞ്ഞു. കശ്മീരിൽ അവർ 1500 വർഷങ്ങളായി പോരാട്ടത്തിലാണ്. ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം വളരെ ദൗർഭാഗ്യകരമായി. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവർ തന്നെ അത് പരിഹരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. രണ്ട് നേതാക്കളെയും എനിക്കറിയാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ സംഘർഷമുണ്ട്. പക്ഷേ അവിടെ എല്ലായ്പ്പോഴും അങ്ങനെയായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. പഹൽഗാം സംഭവം നടന്നതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് ഡൊണാൾഡ് ട്രംപ് ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചിരുന്നു. ഈ ആക്രമണത്തിനു പിന്നിൽ പ്രവർത്തിച്ച കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിന് ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇക്കാലമത്രയും ഭീകര സംഘടനകളെ പാകിസ്ഥാൻ തീറ്റിപ്പോറ്റിയതെന്ന പാക് പ്രതിരോധ മന്ത്രിയുടെ പരാമർശം ഡൊണാൾഡ് ട്രംപിനെ വെട്ടിലാക്കുന്നതാണ്. ഇന്ത്യ പാക് പ്രശ്നത്തിൽ ഇടപെടാനില്ലെന്ന് അമേരിക്ക അറിയിച്ചതിനു പിന്നാലെ ഇറാൻ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് തയ്യാറായി രംഗത്ത് വന്നിട്ടുണ്ട്. ജമ്മു കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് വഷളായ ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചിയാണ് അറിയിച്ചത്. സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയായിരുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത്. ഇന്ത്യയെയും പാകിസ്ഥാനെയും സഹോദര തുല്യരായവരെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സയ്യിദ് അബ്ബാസ് അരാഗ്ചിയുടെ എക്സിലെ കുറിപ്പ് ആരംഭിക്കുന്നത്. വെല്ലുവിളി നിറഞ്ഞ ഈ സമയത്ത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പരസ്പര ധാരണ വളർത്തിയെടുക്കാൻ സന്നദ്ധരാണെന്ന് സയ്യിദ് അബ്ബാസ് അരാഗ്ചി കുറിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും സഹോദര തുല്യരായ അയൽക്കാരാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശക്തമായ സാംസ്കാരിക ബന്ധമുണ്ട്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായാണ് തങ്ങൾ കണക്കാക്കുന്നത്. ഇരു രാജ്യങ്ങളിലുമുള്ള തങ്ങളുടെ മികച്ച ബന്ധം പ്രയോജനപ്പെടുത്തി വെല്ലുവിളി നിറഞ്ഞ സമയത്ത് ഇരുവർക്കുമിടയിൽ പരസ്പര ധാരണയ്ക്കായി ശ്രമിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ സൗദി അറേബ്യയും ഇടപെടൽ നടത്തുന്നതായി സൂചനയുണ്ട്. സൗദി വിദേശകാര്യമന്ത്രി ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാരുമായി സംസാരിച്ചു. അതേസമയം ജമ്മുവിലെയും ബാരാമുള്ളയിലെയും ശ്രീനഗറിലെയും സർക്കാർ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികൾക്ക് സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകി. അവശ്യ മരുന്നുകൾ കരുതാനും ജീവനക്കാരുടെ അവധിയടക്കം നിയന്ത്രിക്കണമെന്നുമാണ് സർക്കുലറിൽ പറയുന്നത്. യുദ്ധസമാനമായ സാഹചര്യം മുന്നിലുണ്ടെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായി നിൽക്കണമെന്നുമാണ് അറിയിപ്പിൽ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. രാജ്യത്തെ പാകിസ്ഥാൻ പൗരന്മാരെ മുഴുവൻ നാടുകടത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാന മുഖ്യമന്ത്രിമാരെ നേരിട്ട് വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 27-നകം പാക് പൗരന്മാർ ഇന്ത്യ വിടണം. മെഡിക്കൽ വിസയുള്ള പാക് പൗരന്മാർക്ക് 2 ദിവസം കൂടി സമയം നൽകി 29-നകം രാജ്യം വിടണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി.